ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചുരിദാറിൻ്റെ അളവ് എടുത്തിരുന്നു. അത് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് അത് തുണിയിലേക്ക് അടയാളപ്പെടുത്തണം. എങ്ങനെ അടയാളപ്പെടുത്താമെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ തുണി ഞാൻ 4 ആക്കിയിട്ട് മടക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ അളവുകളായിട്ട് മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോൾഡറിന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഷോൾഡർ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് നോട്ട് ചെയ്യാം, മാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിൻ്റെ താഴത്തേക്കാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ തയ്യൽ തുമ്പ് വിട്ടതൊന്നും ആരും മറന്നു പോകരുത്. അപ്പോൾ അളവുകളൊക്കെ മാറും. ഓക്കെ, ഇനി നമ്മളെ ഷോൾഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് അളവിൽ നിന്ന് കിട്ടിയ അതേ സെയിം ഷോൾഡറിൻ്റെ പകുതി അവിടെ അടയാളപ്പെടുത്തി കൊടുത്താൽ മതി. പ്ലസ് അതിൻ്റെ കൂടി ഒരു 1/4 ഇഞ്ച് സീം അലവൻസും കൂടി അടയാളപ്പെടുത്തണം. ഓക്കെ, ഇനി ആം ഹോളാണ്. ആം ഹോള് ജസ്റ്റ് അത് തന്നെ ഷോൾഡറിനെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ചെസ്റ്റും കൂടി അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് അളവ് കറക്റ്റാണോ എന്ന്, ആം ഹോളിൻ്റെ അളവ് കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാനത് അവിടെ ഇങ്ങനെ ചെസ്റ്റ് ലൈന് വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെസ്റ്റിൻ്റെ അളവ് ഞാൻ കൊടുക്കുകയാണ്. ഞാൻ അളവൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ചെസ്റ്റിൻ്റെ അളവ് കൊടുക്കുകയാണ്. പ്ലസ് അതിൻ്റെ കൂടെ സീം അലവൻസ് കൂടി കൊടുക്കാം. ഇനി ചുരിദാർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗത്ത് നേരെ സെൻറ്റർ മാത്രം കണ്ടാൽ മതി. അതിൻ്റെ കൂടെ 1/4 ഇഞ്ച് ഇങ്ങോട്ടേക്കൊന്നും ചെയ്യേണ്ട. ചുരിദാറിന് അങ്ങനെ മാത്രം മതി. ബ്ലൗസിനാണ് 1/4 ഇഞ്ച് ബാക്കോട്ടേക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് 1/2 ഇഞ്ച് തന്നെ കുഴിച്ചിട്ട് വരച്ചെടുക്കാം. എന്നിട്ടത് അളന്ന് നോക്കാം. അപ്പോൾ കറക്റ്റാണോ നോക്കുക. അംഹോൾ റൗണ്ട് കറക്റ്റ് അല്ലെങ്കിൽ പിന്നെയും താഴോട്ടേക്ക് പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്കിപ്പോൾ കുറച്ചും കൂടി ഒരു 1/2 ഇഞ്ച് കൂടി താഴേക്ക് പോകണം, എന്നാലേ എൻ്റെ അംഹോൾ റൗണ്ട് കറക്റ്റാവും. അപ്പോൾ അല്ലാതെ നിങ്ങൾ ഇതിൻ്റെ ആംഹോൾ ലെങ്ത്ത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആംഹോൾ റൗണ്ട് എവിടെയാണോ കിട്ടുന്നത് അവിടെ വെച്ചാൽ മതി. ഓക്കെ, നമുക്കതിന് സീം അലവൻസും കൂടി മാർക്ക് ചെയ്യാം. അടുത്തത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പ് ലെങ്ത്ത്. നമ്മൾ ഷേപ്പ് ഭാഗം ഉണ്ടല്ലോ, ഇടവണ്ണം എന്നൊക്കെ പറയുന്ന, വേസ്റ്റ് എന്നൊക്കെ പറയുന്ന, ഓക്കെ, ആ ഭാഗത്തിന് എത്രയാണുള്ളത് നോക്കാം. നമ്മൾ എത്രയാണ് നീളം, ആ ഭാഗം മുതൽ എത്രയാണ് നീളം ഉള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അളവെടുക്കുമ്പോൾ. ആ അളവിൽ നീളം അവിടെ മാർക്ക് ചെയ്യുക. 2 വശത്തും ഇങ്ങനെ അങ്ങോട്ട് അപ്പുറം ഇപ്പുറം ഒക്കെ ആയിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ കിട്ടും. അത്രയേ ഉള്ളൂ. 2 വശത്ത് മാർക്ക് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് അത് സെയിം അളവിൽ അതിൻ്റെ വിഡ്ത്തും മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചാണ് ഞാൻ സീം കൊടുക്കാറ്. ആ അളവിൽ സീമും കൊടുക്കുക. അടുത്തത് സ്ലിറ്റാണ്. സ്ലിറ്റിൻ്റെ അളവ് ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും നമുക്കവിടെ കൊടുക്കാം. 2 വശത്തായിട്ട് കൊടുത്തിട്ട് അതിൽ വീതി എത്രയാണെന്ന് അതിൻ്റെ വിഡ്ത്ത് നോക്കിയിട്ട് അതും അളന്നെടുക്കുക. പ്ലസ് അതിൻ്റെ കൂടെ 1 ഇഞ്ച് മാത്രമേ സീം അലവൻസ് കൊടുക്കാൻ പാടുള്ളൂ. അതിലധികം കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. സ്ലിറ്റിൻ്റെ ഭാഗത്താണ് പറയുന്നത്, അതിൻ്റെ അധികം കൊടുക്കേണ്ട. എന്നിട്ട് ബാക്കിയെല്ലാം ജോയിൻ ചെയ്തെടുക്കാം. സീം അലവൻസൊക്കെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ ഞാൻ 1 ഇഞ്ച് മാത്രമേ 1 ഇഞ്ച് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി അടിയിലോട്ട് താഴത്തോട്ട് വരുമ്പോൾ ടോട്ടൽ ലെങ്ത്താണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് നമുക്ക് അളന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ലൈനിങ്ങിലാണ്, അത് ആലോചിക്കണം. അപ്പോൾ ലൈനിങ്ങിൽ നമ്മളൊരു 3-4 ഇഞ്ച് കയറ്റി വേണം വെട്ടാൻ വേണ്ടിയിട്ട്, മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി സീം അലവൻസും കൂടി കൊടുത്തിട്ട് നേരെ അങ്ങ് വരച്ചെടുത്താൽ മതി. 1 ഇഞ്ച് മാത്രം താഴെയും മുകളിലും കൊടുത്താൽ മതി. ഓക്കെ, ബാക്കി എല്ലാ ഭാഗത്തും 1/2 ഇഞ്ച് കൊടുക്കുക. ഇനി നമുക്കതൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതാ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അവിടെയൊക്കെ നോച്ചസ് കൊടുക്കണം. കാരണം കംപ്ലീറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എവിടെയാണ് മാർക്ക് ചെയ്ത് നമുക്ക് രണ്ടാമതും ചെയ്ത് അളന്നൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആദ്യമേ അതൊക്കെ അളന്ന് ഇത് മാർക്ക് ചെയ്യുന്നതാണ്, നോച്ച് കൊടുക്കുന്നതാണ് നല്ലത്. സെൻറ്ററിലും ഒന്ന് നോച്ച് കൊടുക്കാം. ഓക്കെ,
ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടണം. അതിന് വേണ്ടിയിട്ട് ഒന്നുമില്ല, ബ്ലൗസിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഇഞ്ച് ബാക്കോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് 1/2 ഇഞ്ചിൽ കുഴിച്ച് ചെയ്താൽ മതി. അത്രയും വേണ്ടൂ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ബ്ലൗസിനാണെങ്കിൽ സെൻറ്റർ കണ്ടിട്ട് അതിൻ്റെ 1/2 ഇഞ്ചും കൂടി ബാക്കോട്ടാക്കണം. ഇതാണെങ്കിൽ അങ്ങനെയല്ല, സെൻറ്ററിൽ വെച്ചിട്ട് ചെയ്തിട്ട് 1 ഇഞ്ച് ബാക്കോട്ടാക്കിയാൽ മാത്രം മതി. ഇനി നമുക്ക് കട്ട് ചെയ്ത് വിടാം. അപ്പോൾ ശ്രദ്ധിക്കണം, ബാക്കി ബാക്കിലെ പീസ് മാറ്റി വെക്കണം, എന്നിട്ടാണ് കട്ട് ചെയ്യാൻ പാടുള്ളൂ. ബുദ്ധിമുട്ട് നമുക്ക് പെട്ടെന്ന് ഓർമ്മയുണ്ടാവില്ല എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. പെട്ടെന്ന് നമ്മൾ ടെൻഷനിലൊന്നും, എനിക്കൊക്കെ പറ്റിയിട്ടുള്ള കാര്യമാണ് അതൊക്കെ. അപ്പോൾ ലൈനിങ് ആകുമ്പോൾ നമുക്ക് എന്ത് ബുദ്ധിമുട്ടിയാലും പ്രശ്നമില്ല, നമുക്ക് റെഡിയാക്കാൻ പറ്റും. മെയിൻ ക്ലോത്തിലാണെങ്കിൽ നമുക്കത് പറ്റില്ല. അതുകൊണ്ട് അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ലൈനിങ്ങിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി നമുക്ക് സ്ലീവ് വെട്ടണം. സ്ലീവ് വെട്ടാൻ വേണ്ടിയിട്ട് ബാലൻസ് പീസ് എടുക്കാം. എന്നിട്ട് 4 മടക്കാം. നമ്മുടെ ഭാഗത്തായിരിക്കണം. ക്ലോസ് ചെയ്ത സൈഡ് നമ്മുടെ ഭാഗത്തായിരിക്കണം. ഓപ്പൺ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കണം. അങ്ങനെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക് ഇല്ല, കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇനി നമുക്ക് വേണ്ട ഭാഗം, ആ തുണി കുറേ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ തുണിയും കീറി മുറിച്ച് കളയണ്ട. നമുക്ക് ആവശ്യമുള്ള മാത്രം എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കൈയുടെ നീളം ഞാനിവിടെ അളന്ന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും ലൈനിങ് ആയതുകൊണ്ട് 1 ഇഞ്ച് മാത്രം സീം അലവൻസ് കൊടുക്കാം. മുകളിൽ 1.5 ഇഞ്ച്, താഴെ 1/2 ഇഞ്ച്, അങ്ങനെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. മടക്കി അടിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട്, മെയിൻ തുണി ഉണ്ടല്ലോ മടക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത നമ്മൾ ബൈസെപ്പ് അളന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തായാലും എടുക്കണം, അല്ലെങ്കിൽ അവിടേക്ക് ലൂസോ ടൈറ്റോ എന്തെങ്കിലും ആയിപ്പോവും. അതുകൊണ്ട് നമുക്ക് എന്തായാലും ബൈസെപ്പ് എടുക്കണം. ഇനി നമുക്ക് ബൈസെപ്പ് അളന്നെടുത്ത് കഴിഞ്ഞിട്ട് ആം ഹോള് എത്രയാണ് വരുന്നത് അതിനൊരു 1/4 ഇഞ്ച് കുറച്ചിട്ട് എവിടെയാണോ വരുന്നത് അവിടെ നോട്ട് ചെയ്ത് കൊടുക്കുക, മാർക്ക് ചെയ്യുക. ഇനി ക്രോസായിട്ട് ഒരു ലൈൻ വരക്കാം. ക്രോസായിട്ട് ഒരു ലൈൻ വരച്ച് അതിനെ 4 ഭാഗമാക്കാം. പല ടൈപ്പിൽ സ്ലീവ് വെട്ടാൻ പറ്റും. അതിലൊരു വഴിയാണിത്. അപ്പോൾ 4 ഭാഗമാക്കിയിട്ട് മുകളിൽ 1.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടങ്ങ് പോയാൽ മതി. ആം ഹോൾ കർവൊന്നും വേണം എന്നൊന്നുമില്ല, നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഇങ്ങനെ അളന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. കാരണം നമ്മൾ 1/4 ഇഞ്ച് കുറച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടും. ഇനി അടുത്തത് ഫ്രണ്ട് സൈഡ് കുഴിച്ച് വെട്ടുന്നതാണ്. അതും ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് ലാസ്റ്റ് 1/2 ഇഞ്ച് താഴോട്ട് വെച്ചിട്ട് അവിടത്തേക്ക് ചേർത്ത് വരച്ചാൽ മതി, പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇനി താഴത്തെ റൗണ്ട് കൊടുക്കാം, സീം അലവൻസ് കൊടുക്കാം. സീം അലവൻസ് കൈക്ക് സ്ലീവിന് നിങ്ങൾ സാധാരണ 1.5 ഇഞ്ചാണ് കൊടുക്കുന്നത്, സ്ലീവിന് ഒരു 2 ഇഞ്ച് കൊടുത്താൽ നന്നായിരിക്കും. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത ഭാഗം വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് അളന്നെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ബൈസെപ്പ് നമ്മൾ അളവ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചെരിച്ച് കുഴിച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ സ്ട്രെയിറ്റായിട്ട് താഴത്തെ അളവിലേക്ക് കൂട്ടി യോജിപ്പിച്ചാൽ മാത്രം മതിയാകും. ചെരിച്ചിട്ട് വരച്ച് റൗണ്ടായിട്ട് വരക്കുക, അങ്ങനെയൊന്നും ഷേപ്പിൽ വരക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബൈസെപ്പ് കറക്റ്റാണ്, നമ്മൾ സ്ട്രെയിറ്റായിട്ട് വരക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇത് ശ്രദ്ധിക്കുക, നമ്മളെ ശരീരം നമ്മളെ കൈ അങ്ങനെയല്ലല്ലോ. ഓക്കെ, ഇനി നമ്മളത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെയൊക്കെ നോച്ച് കൊടുക്കണം. പ്ലസ് അതിൻ്റെ കൂടെ ഫ്രണ്ട് സൈഡ് കുഴിച്ച് വെട്ടും വേണം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡ് കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ട് 2 പീസും ഒരുപോലെ വെച്ചിട്ട്, ഇതിപ്പോൾ ലൈനിങ് പീസായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒന്നും ചിന്തിക്കാനില്ല. 2 പീസും മുഖത്തോട് മുഖം നോക്കി വെച്ചിട്ട് ജസ്റ്റ് അത് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി സിംഗിൾ തുണിയിലൊക്കെ ആകുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഡിസൈൻ ഉണ്ടാവുമല്ലോ, നല്ല വശവും ചീത്ത വശവും ഉണ്ടാവുമല്ലോ, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ നമുക്കൊന്നും ശ്രദ്ധിക്കാനൊന്നുമില്ല, വേഗം വെച്ചിട്ടങ്ങ് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ സെൻറ്ററും ഒക്കെ ചേർത്ത് വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഓക്കെ, ഇനി കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഇനി നന്നായിട്ട് ശ്രദ്ധിക്കുക തന്നെ വേണം കട്ട് ചെയ്ത സ്ഥിതിക്ക്. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ തുണിയിലേക്ക് നമ്മുടെ ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ്. ഒന്നുമില്ല, നമുക്ക് എത്രയാണോ റെഡി ആയിട്ടുള്ള ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്തിനനുസരിച്ചിട്ട് മുകളിലേക്ക് വെച്ചിട്ട് ലൈനിങ് മുകളിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. കുറച്ചധികം തന്നെ കട്ട് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് ലൈനിങ്ങിന് കറക്റ്റായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് 1.5 ഇഞ്ചൊക്കെ അധികമായിട്ട് കട്ട് ചെയ്യാം. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ 1.5 ഇഞ്ചൊക്കെ അധികമായിട്ട് കട്ട് ചെയ്തിരിക്കണം. കാരണം എന്തായാലും അവിടെ ഒരു എന്തെങ്കിലും ഒരു ഇത് വരും, എന്താ പറയുക, ഷോർട്ടേജ് വരും. അത് ഞാനൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഷോർട്ടേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാവില്ല, ഇവിടെ ഷോർട്ടേജ് വന്നേ. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ 1.5 ഇഞ്ചൊക്കെ അധികം ഇട്ട് കൊടുക്കണം എല്ലാ ഭാഗത്തും. അപ്പോൾ ഞാനതും ചെയ്തു. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗത്ത് ഉള്ള തുണിയും എടുത്തിട്ട് നമുക്കത് സിമ്പിളായിട്ട് ലൈനിങ് പീസ് നമ്മൾ വെട്ടിയിട്ടുണ്ടല്ലോ അത് വെച്ചിട്ടങ്ങ് വെട്ടിയാൽ മതി, വേറെ ഒന്നും ചിന്തിക്കാനില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേഗം ഈസി ആയിട്ട് കഴിയും, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം കേട്ടോ. അപ്പോൾ ബായ്, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.